ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ മാസങ്ങളായില്ലേ, ഏകദേശം ഒരു 5-6 മാസമായി നമ്മൾ കണ്ടിട്ട്. ഒരുപാട് തിരക്ക് കൊണ്ടാണ് കാണാൻ പറ്റാഞ്ഞത് കേട്ടോ. സ്കൂൾ അടച്ച വകയിൽ ഇപ്പം എണിക്കാൻ 2 പേർക്കും മടിയാണ് കേട്ടോ. ഇന്നാണെങ്കിൽ മേടം 1 അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോകുന്ന തിരക്കാട്ടോ. ഞങ്ങൾ പോകുന്നില്ല. എന്നാലും ഇവിടെ അടുത്തൊരു കാവുണ്ട്, അവിടേക്ക് കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ മക്കളെ എണിപ്പിച്ച് കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഓരോ തിരക്കിലാണ്. രാവിലെ എല്ലാവരും കഴിച്ചിട്ട് പോയിട്ടോ. പിന്നെ ഞാൻ മക്കൾ എണിക്കട്ടെ വിചാരിച്ച് കാത്തു നിന്നതാണ്. അപ്പോൾ 2 പേരും അടുത്തിരുന്ന് അടിയായിരിക്കും, അതുകൊണ്ട് ഞാൻ നടുക്കിൽ കയറിയിരിക്കുന്നതാണ് കേട്ടോ. തക്കുടു ആണെങ്കിൽ രാവിലെ തന്നെ പടക്കം ഉണക്കുന്ന തിരക്കിലാട്ടോ. രാവിലെ എണീച്ചവിടെ ചോദിക്കുക, എൻ്റെ അമ്മേ പടക്കം ഉണക്കട്ടെ, കമ്പിത്തിരി ഉണക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അത് തക്കുവിനെ ഏൽപ്പിച്ചു. നമുക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി പറിക്കാൻ പോയതാണ്. അപ്പോഴാണ് നല്ല ചേനപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ട്. ഓവർ വിരിഞ്ഞിട്ടില്ല, അത് പാകത്തെ വിരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്നു. പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നു, അതും പറിച്ചുകൊണ്ട് വന്നു. ഒരു ചേനപ്പ് കുറച്ച് വലുതാണ് കേട്ടോ, ഒന്ന് തീരെ ചെറുതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വെക്കാൻ പറ്റില്ല, കാരണം ഇന്ന് ചിക്കനും ഒക്കെ വെക്കുന്നതുകൊണ്ട് ആർക്കും ഇതിനോട് ആവശ്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇഞ്ചി പറിച്ചു കേട്ടോ. കുറേ കാലം കാണാണ്ട് എല്ലാവരും എന്നെ മറന്നു എന്ന് എനിക്കറിയാം. എന്താ പറയുക, ഒന്നാമത് വീഡിയോ ഇടാനുള്ള ടൈമില്ല, വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനത്തേന് ടൈമില്ല. പിന്നെ കാണാൻ തീരെ ടൈമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ നിൽക്കാത്തത്. എന്തായാലും നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ടാവില്ലേ, അവരുടെ വീഡിയോയും നമ്മൾ കാണണ്ടേ. അപ്പോൾ നമ്മൾ ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. പിന്നെന്താ, അപ്പോൾ എന്തായാലും വൈകുന്നേരമായി. അപ്പം ഇനി ഇടിച്ചക്ക പറിക്കാനുണ്ട്, കണി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ പറിക്കണം. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ഇറങ്ങിയതാണ്. അപ്പോഴാണ് നല്ല വാഴക്കൊല മൂത്ത് നിൽക്കുന്നത് കണ്ടു കേട്ടോ. 1-2 കിളികൊത്ത് പോയിട്ടുണ്ട്, പഴുത്തതാണ്. ഇപ്പോൾ പഴുത്തതൊന്നും പച്ചതൊന്നും കണക്കൊന്നുമില്ല, പക്ഷികൾക്ക് എന്താ കിട്ടുന്നത് അതൊക്കെ കൊത്തിക്കൊണ്ട് പോകും കേട്ടോ. അപ്പോൾ വാഴക്കൊലയും വെട്ടി നേരെ ഇനി വീട്ടിലേക്ക് പോകണം. വൈകുന്നേരം വീട്ടിലേക്ക് പൂ കയറ്റുന്ന ചടങ്ങാണ് കേട്ടോ. അത് തക്കുടമാണ് പൂ കയറ്റുന്നത്. വൈകുന്നേരം വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കൊന്നപ്പൂ കയറ്റുക കേട്ടോ. കത്തിച്ച് വെച്ച വിളക്കിൻ്റെ മുന്നിൽ ഒരു പലകയൊക്കെ ഇട്ട് അവിടെയാണ് നമ്മൾ പൂ കൊണ്ടുവെക്കുക. വീട്ടിൽ അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കട്ടിലുണ്ട്, അത് കട്ടിൽ തിരിച്ചിട്ടിട്ടാണ് നമ്മൾ ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കാണുമ്പോൾ ചിലവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ അപ്പുറത്തെ റൂമിൽ എല്ലാ സാധനങ്ങളും, ആകെയുള്ള റൂം അതേ ഒഴിവുള്ളത് കേട്ടോ. ആ റൂമിലാണ് എല്ലാ സാധനങ്ങളും കൊണ്ടിടുക. അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ വെച്ച് കൊടുക്കൽ ചടങ്ങാണ്, അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അവർക്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ദോശയും ചിക്കൻ കറിയും തന്നെയാണ് കേട്ടോ. അപ്പോൾ വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക, പിതൃക്കൾക്ക് വേണ്ടി വെച്ച് കൊടുക്കുക എന്നാണ് പറയുക. അതിന് മിക്കവാറും ദോശയും ചിക്കനും തന്നെ ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് കമ്പിത്തിരി കത്തിക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു. അങ്ങനെ മക്കളുടെ കൂടെ കുറച്ച് നേരം അങ്ങനെ കൂടിയിട്ടോ കമ്പിത്തിരി കത്തിക്കാനും പടക്കം പൊട്ടിക്കാനും നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ നാടിനെ ഈ സമയത്താണ് ശരിക്കും മിസ് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട്, എല്ലാ വീട്ടിലും എല്ലാവരും ഉണ്ടാവും, എല്ലാവരും കൂടിയിട്ടായിരിക്കും കേട്ടോ പടക്കം പൊട്ടിക്കുന്നതും കമ്പിത്തിരി കത്തിക്കുന്നതൊക്കെ.
ഇവിടെ ഞങ്ങൾ തനിച്ചായപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും മക്കളും ഏട്ടനും അങ്ങനെ അമ്മയും അച്ഛനല്ലേ ഉള്ളൂ. അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ മൊത്തം എന്താ പറയുക, ഒരു 5-10 വീടുണ്ടാവും. അവരെല്ലാവരും ഉണ്ടാവും കേട്ടോ. അത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതാ 2 പേരും കൂടി കണി വെക്കാനുള്ള എല്ലാം സെറ്റാക്കുകയാണ് കേട്ടോ. അമ്മ ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് 2 പേരും കൂടി ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 2 പേർക്കും വിട്ടു കൊടുത്തു കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ച് ദോശയൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി അമ്പലത്തേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലാണ് പോയത്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു. ഞാൻ വേഗം പോയി വരാമെന്നുള്ള കണ്ടീഷനിലാണ് പോയത്. പക്ഷേ ക്യൂ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, എൻ്റെ എല്ലാ കിളിയും പോയി. കാരണം വീട്ടിലെത്തിയിട്ട് വേണം ബാക്കി സദ്യക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. വിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും കിട്ടിയിട്ടോ. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് പിന്നെന്താ പറയുക, കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. സമയമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും എന്താ പറയുക, എന്താ പറയുക, നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ അല്ലേ. അത് കഴിഞ്ഞ് അധികം നേരം നിൽക്കാനൊന്നും ടൈമില്ല. ഇനി കിച്ചണിലേക്ക് കയറണം കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ഇനിയിപ്പോൾ കിച്ചണിലേക്കുള്ള പരിപാടിയാണ്. അതിന് വിശേഷമൊക്കെ നാളെ ഇടാം കേട്ടോ. സമയം കിട്ടിയപ്പോൾ ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ, 5 മിനിറ്റൊന്നുമില്ല, 5 സെക്കൻഡ് കിട്ടിയപ്പോൾ ആ ടൈമിൽ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ബാക്കി നാളെ ഇടാം കേട്ടോ. ബൈ, സീ യു.